നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുത്തനത്താണിയിൽ CPM നേതാവ് അപകടത്തിൽ മരിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി പുതുക്കിപ്പണിയുന്നു. കിണറ്റിലകപ്പെട്ട വൃദ്ധനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. SFI മഹാരാജാസ് യൂണിറ്റ് സെക്രട്ടറി യഹിയയുടെ നിര്യാണത്തെ തുടർന്ന് വെള്ളിയാമ്പുറത്ത് അനുശോചന യോഗം ചേർന്നു. തിരൂരിൽ ജനരഞ്ജിനി സംഗീത കച്ചേരി ഞായറാഴ്ച. മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് 1.75 കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിൽ താനൂർ സ്വദേശി അറസ്റ്റിൽ. വിശദമായ വാർത്തകൾ. പുത്തനത്താണിയിൽ CPM നേതാവ് അപകടത്തിൽ മരിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കിനാശ്ശേരി കണ്ണാടിപ്പാടം തോട്ടപ്പാടം മുരളിയാണ് അറസ്റ്റിലായത്. DYFI വളാഞ്ചേരി ബ്ലോക്ക് മുൻ സെക്രട്ടറിയും CPM കൽപ്പകഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ പുത്തനത്താണി അതിരുമട തവളംചിന ആലുങ്ങൽ സൈതലവിയാണ് തിരൂർ റോഡിലെ മഞ്ചാടിയിൽ അപകടത്തിൽ മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30ഓടെയാണ് അപകടം. ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിച്ചിട്ടും ബസ് നിർത്താതെ പോവുകയായിരുന്നു. അപകടം നടന്ന സമയത്ത് ഇതുവഴി ഒരു സ്വകാര്യ ബസ് കടന്നുപോയതായ വിവരം കുറ്റിപ്പുറം പോലീസ് പരിസരത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് ബസ് കണ്ടെത്തിയത്. പ്രതിയെ തിരൂർ കോടതി റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി കൃഷ്ണശില ഉപയോഗിച്ച് പുതുക്കി പണിയുന്നതിന്റെ ശിലാസ്ഥാപന കർമ്മം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ പ്രതിനിധി മായ ഗോവിന്ദ് ചന്ദ്രശേഖർ നിർവഹിക്കും. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി കൃഷ്ണശില ഉപയോഗിച്ച് പുതുക്കി പണിയുന്നതിന്റെ ശിലാസ്ഥാപന കർമ്മം ഞായറാഴ്ച നടക്കും. ബ്രോഷർ പ്രകാശനവും ഫണ്ട് സ്വീകരിക്കുന്ന ചടങ്ങും അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ നിർവഹിക്കും. കൃഷ്ണശില സമർപ്പണ ചടങ്ങിലേക്ക് മൃത്യുഞ്ജയനായ തൃപ്രങ്ങോട്ടപ്പന്റെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായവും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ RS രാജേഷ് അറിയിച്ചു. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. കിണർ വൃത്തിയാക്കാൻ സ്വന്തം വീട്ടിലെ കിണറിലിറങ്ങവേ വീണു പരിക്കേറ്റ് കയറാനാവാതെ നിന്ന വൃദ്ധനെ അഗ്നിരക്ഷാസേന സാഹസികമായി രക്ഷപ്പെടുത്തി. എടരിക്കോട് പഞ്ചായത്തിലെ അമ്പലവട്ടത്ത് ഇന്നലെ വൈകിട്ട് 4:30ഓടെയാണ് സംഭവം. സ്വന്തം വീട്ടിലെ കിണറിൽ ഇറങ്ങവേ വീണ് പരിക്കേറ്റ് കയറാനാവാതെ നിന്ന അമ്പലവട്ടം സ്വദേശി പ്രഭാകരനെയാണ് അഗ്നിരക്ഷാസേന സാഹസികമായി രക്ഷപ്പെടുത്തിയത്. 50 അടി താഴ്ചയും പകുതിയോളം പടവുകൾ ഇടിഞ്ഞതുമായ കിണറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് ഹാർനസ്, റോപ്പ് എന്നിവയുടെ സഹായത്താൽ സാഹസികമായി കിണറ്റിലിറങ്ങുകയും റെസ്ക്യൂ നെറ്റിൽ മറ്റു സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പുറത്തെത്തിക്കുകയുമായിരുന്നു. തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K അശോകന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MB ഷിബി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VC രഘുരാജ്, K അഭിലാഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KT നൌഫൽ, ഹോംഗാർഡ് PV ഗോപി, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സായ്കുമാർ, മുഹമ്മദ് സഫ്വാൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വെട്ടം ന്യൂസ്, തിരൂർ. SFI മഹാരാജാസ് യൂണിറ്റ് സെക്രട്ടറി യഹിയയുടെ നിര്യാണത്തെ തുടർന്ന് വെള്ളിയാമ്പുറത്ത് അനുശോചന യോഗം ചേർന്നു. CPIM താനൂർ ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ അധ്യക്ഷനായി. മഹാരാജാസ് ക്യാമ്പസിലെയും എറണാകുളത്തു നിന്നുമൊക്കെ വന്നിട്ടുള്ള യഹിയയുടെ പ്രിയപ്പെട്ട സഖാക്കൾ പറയുന്നുണ്ട്, ആ യഹിയ എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ആ ക്യാമ്പസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി, യഹിയയുടെ സംഘടനയെ ആക്രമിക്കാൻ വേണ്ടി വലതുപക്ഷവും മാധ്യമങ്ങളും തുനിഞ്ഞിറങ്ങിയ ഘട്ടങ്ങളിലെല്ലാം
അതിനെ പ്രതിരോധിക്കാൻ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് ആ പ്രതിരോധത്തിൻ്റെ അമരത്തു നിന്ന സഖാവാണ് സഖാവ് യഹിയ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം, ആ ബോധ്യമാണ് എന്നും അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള കുപ്രചരണങ്ങളും ഏറ്റവും ഹീനമായിട്ടുള്ള പ്രചരണങ്ങളുമെല്ലാം ആ ക്യാമ്പസിനും സഖാവിൻ്റെ സംഘടന SFIക്കും എതിരെ തുടർച്ചയായി ഉണ്ടായ സമയത്തെല്ലാം ആ ക്യാമ്പസിനെയും അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും പ്രതിരോധിക്കാൻ, ആ സംഘടനയെ കരുത്തുറ്റതാക്കി മാറ്റാൻ ആ സഖാവിന് സാധിച്ചത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു യഹിയ അനുസ്മരണ പ്രഭാഷണം നടത്തി. SFI സംസ്ഥാന സെക്രട്ടറി PM R ഷോ, പ്രസിഡന്റ് K അനുശ്രീ, കേന്ദ്ര കമ്മിറ്റി അംഗം E അഫ്സൽ, എറണാകുളം ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. N ആദിൽ സ്വാഗതം പറഞ്ഞു. വെട്ടം ന്യൂസ്, താനൂർ. ജനരഞ്ജനിയുടെ ത്രൈമാസ സംഗീത കച്ചേരി ഞായറാഴ്ച വൈകിട്ട് 3:30 തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ സ്മാരക മിനി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 3:30 തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ സ്മാരക മിനി ഹാളിലാണ് ജനരഞ്ജനിയുടെ ത്രൈമാസ സംഗീത കച്ചേരി അരങ്ങേറുക. ഡോക്ടർ ജയകൃഷ്ണൻ ഉണ്ണിയുടെ വായ്പാട്ടിന് ശ്രീറാം ശ്രീധർ വയലിനും ശ്രീനാഥ് വിശ്വനാഥ് മൃദംഗവും ഒരുക്കും. പ്രവേശനം സൗജന്യമായിരിക്കും. വെട്ടം ന്യൂസ്, തിരൂർ. മലപ്പുറം ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണം വിതരണം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് 1.75 കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിൽ താനൂർ സ്വദേശി അറസ്റ്റിൽ. ഇതോടെ 6 പ്രതികളാണ് റിമാൻഡിലായത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് DYSP VV ബെന്നി വെട്ടം ന്യൂസിനോട് പറഞ്ഞു. 6 പേരെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ളതിനാൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. താനൂർ, തിരൂർ, പാലക്കാട് സ്വദേശികളായവരാണ് പ്രതികൾ. പ്രതികളെക്കുറിച്ച് ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 6 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് പിടികൂടിയത്. ഒഴൂരിലേക്ക് മോട്ടോർ ബൈക്കിൽ വരുന്നതിനിടെയാണ് മഹാരാഷ്ട്ര സ്വദേശിയെ സംഘം കവർച്ച ചെയ്തത്. 2 കിലോഗ്രാം സ്വർണവും 43 ഗ്രാം തങ്കവുമാണ് നഷ്ടപ്പെട്ടത്. കോഴിക്കോട് കേന്ദ്രമായുള്ള മഹാരാഷ്ട്രക്കാരുടെ ആഭരണ നിർമ്മാണശാലയിലെ സ്വർണമാണ് മോഷ്ടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെയുള്ള പ്രവീൺ സിംഗിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് DYSP VV ബെന്നി വെട്ടം ന്യൂസിനോട് പറഞ്ഞു. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.